ബിഗ് ബോസ് കാണുന്നതിനൊപ്പം കടക്കിൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന 14,000 രൂപയുടെ ലെനോവോയുടെ ടാബ്ലറ്റ് സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം. വൈൽഡ് കാർഡുകൾ കയറിയതിന് ശേഷമുള്ള ആദ്യത്തെ പ്രമോ കണ്ടവർക്ക് നന്നായി മനസ്സിലാവുന്ന ഒരു കാര്യം, എല്ലാം തകർന്ന് തരിപ്പണമായ മനക്കോട്ടകൾ മുഴുവൻ തകർന്നടിയുന്ന മട്ടിലാണ് ജാസ്മിനും ഗബ്രിയും ഇരിക്കുന്നത്. അവർ മാത്രമല്ല, ഹൗസിലെ മറ്റ് മത്സരാർത്ഥികളും വളരെ തകർന്ന അവസ്ഥയിലാണ്. എന്നാൽ മറ്റ് മത്സരാർത്ഥികളുടെ സ്വപ്നം അത്ര വലുതല്ലായിരുന്നതുകൊണ്ടും ജാസ്മിൻ്റെയും ഗബ്രിയുടെയും സ്വപ്നം വിന്നറും റണ്ണറപ്പും ആണെന്നുള്ളതുകൊണ്ടും തീർച്ചയായും ഏറ്റവും അധികം ഇവിടെ തകർന്നിരിക്കുന്നത് ജാസ്മിനും ഗബ്രിയും തന്നെയാണ്. അവരുടെ മുഖത്തുനിന്ന് തന്നെ അത് വായിച്ചെടുക്കുക. ഒരുപക്ഷെ 1, 2, 3 വൈൽഡ് കാർഡിനെ പല ഘട്ടങ്ങളിലായി കയറ്റിവിടും. അത് നമ്മുടെ കളിയെ ബാധിക്കുന്ന തരത്തിലായിരിക്കില്ല എന്നുള്ള നിഗമനത്തിലായിരുന്നു ഇത്രയും ദിവസം ഇവരൊക്കെ പൊയ്ക്കൊണ്ടിരുന്നത്. എന്നാൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് 6ഓളം വൈൽഡ് കാർഡ്, പ്രത്യേകിച്ചും ഈ അഭിഷേക് ജയദീപ് അല്ലെങ്കിൽ അഭിഷേക് ശ്രീകുമാർ വളരെ യങ്ങായിട്ടുള്ള, വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് സംസാരിക്കുന്ന, പോയിന്റുകൾ മാത്രം സംസാരിക്കുന്ന ഇത്തരക്കാർ വളരെ വിരളമായിട്ടാണ് ബിഗ് ബോസിൽ വരുന്നത്. ഒരുപക്ഷെ ജാസ്മിനും ഗബ്രിയും ഒക്കെ മനക്കോട്ട കെട്ടിയിരുന്നത് ഈ സീസൺ എങ്ങനെ അങ്ങ് പോവും, ഇനി കൂടുതലായിട്ടൊന്നും ഇവിടെ വരാനൊന്നുമില്ല, 1, 2 യൂസ്ലെസ് ആയിട്ടുള്ള വൈൽഡ് കാർഡ് വന്നാലും അവർ വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കത്തില്ല, തങ്ങൾ തന്നെ വിന്നറും റണ്ണറപ്പും ആകുമെന്നുള്ള വലിയൊരു കോൺഫിഡൻസ് അവരിൽ ഞാൻ കണ്ടിരുന്നു. അതിന് വലിയ മങ്ങലേൽക്കുന്ന ഒരവസ്ഥയാണ്. ഇനി സായി കൃഷ്ണയിലേക്ക് വന്നു കഴിഞ്ഞാൽ, സായി കൃഷ്ണയുടെ ആ ഒരു എൻട്രിയെക്കുറിച്ച് കുറച്ച് വിവാദങ്ങൾ ആൾക്കാർ പറയുന്നുണ്ട്. ഇൻട്രോവേർട്ടായിട്ട് തോന്നി, അതുപോലെ തന്നെ കോൺഫിഡൻസ് അല്ല എന്നൊക്കെയുള്ള രീതിയിൽ. ഞാൻ നേരത്തെ പലതവണ പറഞ്ഞ പോലെ തന്നെ സായി കൃഷ്ണ വീഡിയോ കാണുന്നതിന് വിഭിന്നമായി ഇതുപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു സംഭാഷണ രീതി. അദ്ദേഹം ഒരു ഇൻട്രോവേർട്ടായി നമുക്ക് തോന്നിയേക്കാം, പക്ഷേ വളരെ കുശാഗ്ര ബുദ്ധിയുള്ള ഒരു വ്യക്തിയാണ്, വളരെ തന്ത്രശാലിയാണ്. അതുകൊണ്ട് തീർച്ചയായും ഇവിടെ പോയിന്റുകൾ നിരത്തി അല്ലെങ്കിൽ വളരെ തന്ത്രപൂർവ്വം കളിക്കാനുള്ള വലിയൊരു ശേഷിയുള്ള ഒരു പ്ലെയർ തന്നെയാണ് സായി. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു സായി തീർച്ചയായും വലിയ രീതിയിൽ ഇമ്പാക്റ്റ് തന്നെ ഉണ്ടാക്കും ഈ സീസണിൽ നിന്ന്, സംശയമില്ലാത്ത കാര്യമാണ്. ഇവിടെ ഏറ്റവും അധികം ഞെട്ടിയിരിക്കുന്നത് ഇപ്പോൾ ജാസ്മിൻ്റെ പിതാവായിരിക്കാം ഒരുപക്ഷെ. കാരണം സായിയെ നിശ്ചിതമായി വിമർശിച്ച ഒരു വ്യക്തിയാണ്. ജാസ്മിൻ്റെ ബിഗ് ബോസിനുള്ളിലെ പ്രകടനത്തെ വിമർശിച്ച സായിയെ നിശ്ചിതമായി ജാസ്മിൻ്റെ പിതാവ് വിമർശിച്ചിരുന്നു. എന്നാൽ ആ സായി തന്നെ ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തുന്നു. തീർച്ചയായും ഞെട്ടി തരിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. സോ ഇത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, അതായത് 6 ഇൻഫ്ലുവൻസേഴ്സോളം ഈ സീസണിൽ ഉണ്ടായേക്കാമെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. എന്നാൽ അതിൽ കൂടുതലായി വരുംകാല സീസണുകളിലും അങ്ങനെ തന്നെ ആയിരിക്കും. സോ ബിഗ് ബോസിനെ വിമർശിച്ചുകൊണ്ട് പുറത്തിരിക്കുന്നവരെ വില കുറച്ച് കാണാൻ പാടില്ല. ആരും ഏത് സമയം ബിഗ് ബോസിൽ പോയേക്കാം എന്നുള്ളതിൻ്റെ ഒരു റിയാലിറ്റിയാണ് ഇപ്പോൾ ഈ കണ്ടത്. എന്നാൽ സായി കൃഷ്ണ ടാർഗറ്റ് ആദ്യമായി ചെയ്യുന്ന ജാൻമണിയാണ്. വലിയ രീതിയിൽ ഗബ്രിയെയും ജാസ്മിനെയും ആക്രമിച്ച് കളിക്കുമെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. അഭിഷേക് ശ്രീകുമാറും അഭിഷേക് ജയദീപും, എസ്പെഷ്യലി അഭിഷേക് ശ്രീകുമാർ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്ത് കളിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നന്ദനയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, നന്ദനയ്ക്ക് ഒരല്പം കിളിപോയ ഒരു ആറ്റിറ്റ്യൂഡായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിവേ നന്ദനയ്ക്ക് സംസാരിക്കാൻ അറിയാം, തുറന്നടിച്ചെല്ലാം പറയും, അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ഞാൻ കരുതുന്നത്. അതുപോലെ തന്നെ വെറുപ്പിക്കാനുള്ള ചാൻസും വളരെയധികം കാണുന്നുണ്ട്. എനിക്ക് പേഴ്സണലി ഏറ്റവും പ്രോമിസിംഗ് ആയിട്ട് തോന്നുന്നത് ഇപ്പോഴും അഭിഷേക് ശ്രീകുമാർ തന്നെയാണ്. പക്ഷേ അവിടെ വലിയ വെല്ലുവിളി അഭിഷേകിനുണ്ടാകുന്നത്, അഭിഷേക് ഈ പറഞ്ഞ ഒരു സ്ഥിരം പാറ്റേണായ ടോക്സിക് മസ്കുലാനിറ്റിയുടെ ഒരു വക്താവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ അഭിഷേകിനെതിരെ അഭിഷേകിൻ്റെ നിലപാടുകൾ എല്ലാവർക്കും ഒന്നും യോജിച്ചു പോകാൻ പറ്റുന്നതല്ല. സോ അവിടെയുള്ള വലിയൊരു വിഭാഗം, സായി കൃഷ്ണ ഉൾപ്പെടെയുള്ളവർ അഭിഷേകിനെ വിമർശിക്കേണ്ട ഒരു രീതിയിലേക്ക് പോവും. മറ്റു മത്സരാർത്ഥികളൊക്കെ ഒരുപക്ഷെ അഭിഷേകിനെ വിമർശിച്ചേക്കാം. അങ്ങനെ വരുമ്പോൾ തീർച്ചയായും അഭിഷേകിന് ഫാൻസ് ഉണ്ടാവാനുള്ളൊരു വലിയ ചാൻസ് ഞാൻ കാണുന്നുണ്ട്, ഒരുപക്ഷെ സംഭവിച്ചേക്കാം. അതുപോലെ തന്നെ അഭിഷേക് ജയദീപ് വളരെയധികം ശത്രുതാ മനോഭാവം അഭിഷേക് ശ്രീകുമാറിനോട് വെച്ച് പുലർത്തുന്ന ഒരാളാണ്, ഗെയ്യാണ്. സോ തീർച്ചയായും റോബിൻ, റിയാസ് അവർ തമ്മിലുള്ള ഒരു ഫൈറ്റ് പോലെ ഇവിടെയും വലിയൊരു ഫൈറ്റിലേക്ക് അത് നയിച്ചേക്കാമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ വരുവാണെങ്കിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് ഒരുപക്ഷെ അഭിഷേകിന് പോയേക്കാം. അങ്ങനെ വരുവാണെങ്കിൽ തീർച്ചയായും സാബുമോൻ, റോബിൻ, അഖിൽ മാരാർ അവർക്കുണ്ടായിരുന്ന പോലെ അല്ലെങ്കിൽ അതിനോട് സാമ്യമുള്ള ഒരു ഫാൻ ബേസ് ഒരുപക്ഷെ അഭിഷേകിന് നേടിയെടുക്കാൻ ചിലപ്പോൾ സാധിച്ചേക്കാം. അങ്ങനെ വരുവാണെങ്കിൽ ഗബ്രിയും ജാസ്മിനും വീണ്ടും തേഞ്ഞൊട്ടുന്ന ഒരവസ്ഥയുണ്ടാവും. അവർ ഓൾറെഡി കപ്പ് ഉറപ്പിച്ചവരാണ്. എന്നാൽ ഈ അഭിഷേക് ശ്രീകുമാറിൻ്റെ ആ ഒരു പൊതു സ്വഭാവം വെച്ച് ഏത് സമയവും ഇജക്റ്റായി പോകാനുള്ള വലിയൊരു ചാൻസും ഞാൻ കാണുന്നുണ്ട്. എനിവേ അറ്റ് പ്രസന്റ് ജാസ്മിനും ഗബ്രിയും ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ പിതാവടക്കം തേഞ്ഞൊട്ടിയ ഒരവസ്ഥയാണ്, എല്ലാം തകർന്ന ഒരവസ്ഥയാണ്. അത്ര ഈസിയായി ഒന്നും ഇവിടെ നിന്ന് കപ്പ് കൊണ്ട് പോകാൻ പറ്റില്ല എന്നുള്ള വ്യക്തത അവർക്ക് കൈവന്നിരിക്കുന്നു. മാത്രമല്ല അവരുടെ ഫേസിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാവുന്ന ഒരു കാര്യം, ഇത്രയും വലിയൊരു ചതി ഞങ്ങളോട് വേണ്ടിയിരുന്നില്ല ബിഗ് ബോസ് എന്നുള്ള രീതിയിലാണ് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ്. സോ ഫസ്റ്റ് ലുക്കിൽ ഇത്രയും നല്ല വൈൽഡ് കാർഡുകൾ ഇതുവരെ ഈ അടുത്ത കാലത്തെ ബിഗ് ബോസ് സീസണുകളിൽ വന്നിട്ടില്ല. എനിവേ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കാര്യം ദയവായി കമൻറ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.